ദൈവമാണ് തനിക്ക് സഖിയായിട്ടുള്ളത്. പക്ഷേ ആ ഇരുട്ടിലും എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴും, എന്തും ഭവിക്കാവുന്ന സാഹചര്യത്തിലും ഭയത്തെ പുറത്തു കളഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നോട് കൂടെ എൻ്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പൊ നാലാമത്തെ ഉറപ്പ്, മരണത്തെ ഫേസ് ചെയ്യുന്ന അനുഭവത്തിൽ എത്തിപ്പെട്ടാലും ഭയപ്പെടത്തില്ല. അഞ്ചാമത്, റോമാലേഖനം 8-ാം അധ്യായം 38-39 വാക്യങ്ങൾ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ സെപ്പറേറ്റ് ചെയ്യുവാൻ, എന്നെ വേർപെടുത്തുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. എന്തെല്ലാം കഷ്ടതയ്ക്കോ, അതിന്റെ 35 മുതലാന്ന് തോന്നുന്നു, കഷ്ടതയ്ക്കോ, പട്ടിണിക്കോ, കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ നിന്റെ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, കഷ്ടത വന്നാൽ, സങ്കടപ്പെട്ട് കരയുന്ന വിഷയങ്ങൾ വന്നാൽ, ഉപദ്രവമേൽക്കുന്ന വിഷയങ്ങൾ വന്നാൽ, പട്ടിണി കിടക്കേണ്ടി വന്നാൽ, നഗ്നത, ആപത്ത്, വാള്, എന്തു വന്നാലും പറയുകയാണ്, ഈ സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവേശുവിലുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന് ഉറച്ചിരിക്കുന്നു. ആ ഉറപ്പുണ്ടെങ്കിലേ പിറുപിറുക്കാതിരിക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്. നമ്മൾ പലപ്പോഴും പിറുപിറുക്കുന്നവരല്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ, ജീവിതത്തിൽ മുഴുവൻ കഷ്ടതയാ, പട്ടിണിയാ, ഉപദ്രവമാ, സ്തോത്രം, ആപത്തുകളാ. ഒരിടത്ത് അവിടെ വരുമ്പോൾ അവിടെ നഷ്ടം, ഇത് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇവിടെ നഷ്ടം. എൻ്റെ ദൈവമേ, എനിക്ക് മാത്രം ഇങ്ങനെയുള്ളോ? ബാക്കി ആർക്കും ഒരു കുഴപ്പവും ഇല്ല, എനിക്ക് മാത്രം അല്ലേ? നമ്മൾ പലപ്പോഴും പരാതിയാ. എന്ത് സംഭവിച്ചാലും, മരണം വരെ സംഭവിച്ചാലും, ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ മരണത്തിന് പോലും കഴിയത്തില്ലെന്ന് പൗലോസ് പറയാ. ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവമക്കളെ, ആ ഉറപ്പ് നമ്മൾ എടുക്കണം. മരണത്തിന് പോലും നമ്മെ വേർപിരിക്കാൻ കഴിയാത്ത നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച യേശുവിന്റെ സ്നേഹത്തിനായി കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ.